SDPI പിന്തുണയിൽ നിലപാട് വ്യക്തമാക്കി UDF. തിരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ വേണ്ടെന്ന നേതൃത്വം അറിയിച്ചു. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ UDFും കോൺഗ്രസും ഒരുപോലെ എതിർക്കും. വ്യക്തിപരമായ ആർക്കും വോട്ട് ചെയ്യാമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും UDFും ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ SDPI UDFിന് നൽകിയിരിക്കുന്ന പിന്തുണയെ ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം. എല്ലാ ജനവിഭാഗങ്ങളും UDFിന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ്, ഈ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾ SDPIയുടെ പിന്തുണയെയും കാണുന്നത്. അല്ലമീൻ വിവരങ്ങളുമായി. അല്ലമീൻ, SDPI പരസ്യമായി വാർത്താസമ്മേളനം നടത്തിക്കൊണ്ടാണ് ഇത്തവണ പിന്തുണ UDFിനാണ് എന്ന് പറഞ്ഞത്. ജാതി സെൻസസിനെ അനുകൂലിക്കുന്നതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്ന രൂപത്തിലാണ് പ്രതികരിച്ചിരുന്നത്. അത് പിണറായി വിജയൻ അടക്കം CPMലെ നേതാക്കൾ, LDFിലെ നേതാക്കൾ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വോട്ട് വേണ്ട, SDPIയുടെ വോട്ട് വേണ്ട എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുകയാണോ UDF നേതാക്കൾ ചെയ്തിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം UDFിന്റെ കൺവീനറും KPCC ആക്ടിംഗ് പ്രസിഡന്റുമായ MM ഹസനും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെയും UDFിന്റെയും സമീപനം നിലപാട് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരുപോലെയാണ് തങ്ങൾ നോക്കിക്കാണുന്നത്, എതിർക്കുന്നത്. അത്തരം സംഘടനകളുടെ പിന്തുണ ഒരു കാലത്തും സ്വീകരിക്കാറില്ല. SDPIയുടെ കാര്യത്തിലും അതേ നിലപാട് തന്നെയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. പക്ഷേ SDPI പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങളായി. ഈ ഒരു നിലപാട് പറയാൻ എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ള ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മറുപടി, കോൺഗ്രസിനല്ല പിന്തുണ പ്രഖ്യാപിച്ചത്, UDFിനാണ്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായ ഒരു തീരുമാനം സാധ്യമല്ല. UDFിൽ മറ്റു ഘടകകക്ഷികളുമായി നേതാക്കൾ കൂടിയ ഒരു കൂട്ടായ ആലോചന ഇക്കാര്യത്തിൽ വേണമായിരുന്നു. കാരണം ഇതിന് പിന്നാലെ പ്രതികരണം ചോദിച്ചപ്പോൾ UDF കൺവീനറും അതേ നിലപാട് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്നലെ വയനാട് വെച്ചാണ് UDFിന്റെ നേതാക്കളെല്ലാം പിന്നീട് ഈ SDPIയുടെ പിന്തുണ പ്രഖ്യാപനത്തിന് ശേഷം ഒരേ പ്ലാറ്റ്ഫോമിലെത്തിയത്, ഒരുമിച്ച് കണ്ടത്. ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്തു. ആ ചർച്ചയിലെടുത്ത തീരുമാനമാണ് സംഘടനാപരമായി SDPIയുടെ വോട്ട് വേണ്ട എന്നുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കൽ. പക്ഷേ വ്യക്തിപരമായി ആർക്കും വോട്ട് ചെയ്യാം, അത് നിരസിക്കാനാകില്ല. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ SDPI പ്രവർത്തകർ വ്യക്തിപരമായി വോട്ട് ചെയ്താൽ അത് നിഷേധിക്കാനാകില്ല. പക്ഷേ സംഘടനാപരമായി ആ വോട്ട് വേണ്ട എന്ന് കൃത്യമായി UDF നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു. അതൊരു രാഷ്ട്രീയ നിലപാടായി അവർ പറയുന്നു. പക്ഷേ ദിവസങ്ങൾ വൈകിട്ടാണെങ്കിലും അത്തരമൊരു നിലപാട് പ്രഖ്യാപനത്തിലേക്ക് UDFിനെ കോൺഗ്രസ് നേതൃത്വത്തെ നയിച്ചത് ഈ വിഷയം വലിയ തോതിൽ BJPയും LDFും ആയുധമാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വന്നിറങ്ങിയപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉയർത്തിയ അവരുടെ പതാക, അവരുടെ പച്ച പതാക, ആ പതാക പാകിസ്ഥാന്റെ പതാക എന്ന് പറഞ്ഞ് BJP ദേശീയ തലത്തിൽ വലിയ രീതിയിൽ പ്രചരണം നടത്തിയിരുന്നു. ഉത്തരേന്ത്യയിലൊക്കെ അത് തിരിച്ചടിക്ക് കാരണമായി എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. SDPയുടെ ഇപ്പോഴത്തെ പിന്തുണയെയും BJP ആ രീതിയിൽ ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട്, അവരുടെ രാഷ്ട്രീയ മുഖമായ SDPI, അവരുമായി കോൺഗ്രസ് ധാരണയിലെത്തിയിരിക്കുന്നു എന്ന വിധത്തിലാണ് ഇതിനോടകം തന്നെ BJP നേതൃത്വവും സംഘപരിവാറും ഉത്തരേന്ത്യയിൽ പ്രചരണം നടത്തുന്നത്. SDPയുടെ വോട്ട് വേണമെന്ന് പരസ്യമായി UDF നേതാക്കൾ പറഞ്ഞാലും കേരളത്തിൽ അതൊരു തിരിച്ചടി ഉണ്ടാക്കില്ല എന്നവർക്കറിയാം. പക്ഷേ അത് മുതലെടുത്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ വലിയ തരത്തിൽ ഒരു പ്രചരണം BJP നടത്തും. അത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പക്ഷേ കോൺഗ്രസിന് അപകടം ചെയ്യും, അത് ആഘാതം സൃഷ്ടിക്കുമെന്നുള്ള തിരിച്ചറിവ് കൂടിയാണ് ഈ വിധത്തിൽ പറയാൻ കാരണമായത് എന്നുള്ളത് തന്നെയാണ്.